നമസ്കാരം. പത്മജ വേണുഗോപാലിൻ്റെ ഒരു പറച്ചിലുണ്ട്. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന്. ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. വളരെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതൊരു മകളുടെ വികാരമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. ഒരു മകൾക്ക് അത് പറയാനുള്ള അധികാരമുണ്ട് എന്ന് നമുക്ക് പറയാം. കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണിക്കുട്ടിയമ്മ എന്ന് പറയുന്ന കരുണാകരൻ്റെ ഭാര്യയെ എത്ര നീചമായിട്ടാണ് ഒരു പരസ്യ പ്രസ്താവനയിലൂടെ ഒരു മോശപ്പെടുത്തിയത്. കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ പലരും ഈ പറയുന്ന കരുണാകരൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചിട്ടുള്ളവരാണ്. അതായത് പത്മജ വേണുഗോപാലിൻ്റെയും കെ മുരളീധരൻ്റെയും അമ്മയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ ഒരു ചരിത്രം ഇവിടുത്തെ ഒട്ടുമിക്ക കോൺഗ്രസ് പാർട്ടിക്കാരുടെയും കയ്യിൽ അല്ലെങ്കിൽ അവകാശപ്പെടാനുണ്ടാവും. അതായത് കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ബിയുടെ നേതാവുണ്ട്. ഇപ്പോൾ മന്ത്രിയാണ്, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഒരിക്കലൊരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: പല നേതാക്കന്മാരും കയ്യിൽ ഈ മുണ്ടിനുള്ളിൽ പഴം തിരുകിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോവും. കരുണാകരനുമായിട്ടുള്ള അടുപ്പം ഞങ്ങൾക്ക് ഭയങ്കര അടുപ്പമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് അകത്തേക്ക് പോയതിന് ശേഷം അവിടെ നിന്ന് ഈ കരുതിക്കൊണ്ടുപോയ ഏത്തപ്പഴം അവിടെ നിന്ന് ഇങ്ങനെ പൊളിച്ച് കഴിച്ചിട്ട് ഇറങ്ങി വരും. അപ്പം അതിൻ്റെ അർത്ഥം ഞങ്ങൾ അവിടുന്ന് തന്നതാണ് എന്ന് പറയാം. അത്രത്തോളം അവിടുത്തെ ആ കുടുംബവുമായി സഹകരിച്ചു പോകാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ അതെന്തോ ഞങ്ങളുടെ ഒരു ക്രെഡിറ്റ് ആണ് എന്ന് കരുതി പോകുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ആ ആളിനെയാണ് ആ അമ്മയാണ് ഇപ്പോൾ ഒരു കുറച്ച് നാളിന് മുമ്പ്, അതായത് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയ സമയത്ത് ഈ ഒരു മോശപ്പെട്ട പരാമർശത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജനത്തിന് മുമ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ട് കയ്യടി വാങ്ങിയത്. അന്ന് എല്ലാവരും അതിനെ ആർത്തുല്ലാസിച്ചാണ് സ്വീകരിച്ചത്. പുറകിൽ ഒരു വലിയ പുരുഷാരം തന്നെ കൈയടിച്ചു കൊടുക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ പിന്നെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, KC വേണുഗോപാൽ, ഇവരെ 3 പേരെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട്, അതായത് വടകരയിൽ ഷാഫിക്ക് കൊണ്ടുവരാൻ വേണ്ടിയും KC വേണുഗോപാലിനെ ആലപ്പുഴ മത്സരിപ്പിക്കാനും വേണ്ടി നടത്തിയ ഒരു ഡീലിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി നിർണയം എന്നാണ് പറയുന്നത്. ഷാഫി പറമ്പിൽ ആഗ്രഹിച്ചിരുന്നു അടുത്ത തവണ വിജയിച്ചിട്ട് മന്ത്രിയാവണം എന്നുള്ളതായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഒരു ഹിഡൻ അജണ്ട. അപ്പോൾ ഇങ്ങനെ, അതായത് KC വേണുഗോപാലിനെ ഇവിടെ മത്സരിപ്പിക്കുകയും ആലപ്പുഴയിൽ ജയിപ്പിക്കാൻ വേണ്ടി വടകരയിൽ ഷാഫിയെ സ്ഥാനാർത്ഥിയാക്കുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം തൃശ്ശൂരിലേക്ക് ഇദ്ദേഹത്തെ കെ മുരളീധരനെ കൊണ്ടുവന്ന് തോൽപ്പിച്ച് നാണം കെടുത്തുന്നു. ഇത് ഇവരുടെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് KC വേണുഗോപാലും ഷാഫി പറമ്പിലൂടെ ശ്രമിച്ചിട്ട് തൻ്റെ ഇഷ്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. എന്നിട്ട് ഈ പറയുന്ന ഇവരെല്ലാം കൂടി ചേർന്ന് നിന്നുകൊണ്ട് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന കെ മുരളീധരനെ ഇവരങ്ങ് പരാജയപ്പെടുത്തുന്നു. ഇതൊരു ഡീലിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. പത്മജയ്ക്ക് സത്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ എല്ലാം നന്നായി മനസ്സിലായ ഒരാളാണ് പത്മജ വേണുഗോപാൽ. കാര്യം കുട്ടിക്കാലം മുതൽ തന്നെ ഇവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാരെയും കണ്ടു വളരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോടൊപ്പം ജീവിച്ച ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് പത്മജ വേണുഗോപാൽ, അല്ലെങ്കിൽ ഒരു നേതാവാണ് പത്മജ വേണുഗോപാൽ. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി വിട്ടു പോകുന്നവരോട് എന്തുമാത്രം ശത്രുതയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. സരിന്റെ കേസ് നമുക്ക് അവസാനത്തെ ഉദാഹരണമായി കാണാം. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരെ അധിക്ഷേപം പറയാനും അവരെ എന്ത് നീചമായ പ്രവൃത്തികൾ കൊണ്ടും അവരെ അധിക്ഷേപിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു മടിയില്ല എന്നാണ് സരിൽ നിന്ന് കിട്ടുന്ന അവസാനത്തെ ഉദാഹരണം. സ്വന്തം അമ്മയെ പോലെ കാണേണ്ട ഒരാളെ കുറിച്ച് വളരെ മോശപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനം പരസ്യമായി നടത്തിയതിലൂടെ ആ പത്മജ കോൺഗ്രസ് വിട്ടു പോയപ്പോൾ അവരോടുള്ള ശത്രുതയും ദേഷ്യവും രാഹുൽ മാങ്കൂട്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ പത്മജ വേണുഗോപാൽ പറയുന്ന പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുള്ള നേതാവായി വന്ന ഒരാളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയിട്ടുള്ള വിമർശനങ്ങളിലൂടെ മാത്രം വളർന്നു വന്ന ഒരു നേതാവാണത്രേ രാഹുൽ മാങ്കൂട്ടത്തിൽ. പത്മജ വേണുഗോപാലിന്റെ അഭിപ്രായമാണ് ഇതൊക്കെ. അപ്പോൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഷാഫി സരിനോട് ചെയ്തതുപോലെ ഒരിക്കലും ഞങ്ങളാരും ചെയ്യില്ല എന്ന് പത്മജ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്കറിയാം. കെ നയനാരും കെ കരുണാകരനും ഒരുമിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. അതോടൊപ്പം നിരവധി നേതാക്കന്മാരെ നമുക്കറിയാം. അവരെല്ലാം ഒരുമിച്ച് തന്നെ പലപ്പോഴും മത്സര രംഗത്ത് ഒരുമിച്ചുണ്ടെങ്കിൽ പോലും പരസ്പരം ചെളിവാരി എറിയുകയോ പരസ്പരം ഒരു വൈരാഗ്യം വെച്ച് പുലർത്തുകയോ ചെയ്യാത്ത നേതാക്കന്മാരെ കണ്ടു വളർന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ, അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ള പ്രബുദ്ധരായ മലയാളികൾ എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വന്തമായ അഭിപ്രായമില്ലാത്ത ഒരാളെന്നാണ് പത്മജ വിശേഷിപ്പിക്കുന്നത്. ഷാഫി പറമ്പിൽ, അതായത് ഷാഫി പറമ്പിൽ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷാഫി പറമ്പിലും ഈ സതീഷും കൂടെ ഇ ഡി സതീഷിനോട് എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒന്നാണ്, ഇവിടേക്ക് കെ മുരളീധരൻ പ്രചരണത്തിനായി എത്തുന്നു. ഈ പ്രചരണത്തിനായി എത്തുന്ന മുരളീധരൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല എത്തുന്നത്. നമുക്കറിയാം, പാർട്ടി നിർബന്ധിക്കുന്നതുകൊണ്ട് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, അല്ലെ കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ കെ മുരളീധരൻ പാലക്കാട് പ്രചരണത്തിനായി എത്തുന്നത്. സ്വന്തം അമ്മയെ മോശംകാരിയായി ചിത്രീകരിച്ച ഒരു നേതാവിന് വേണ്ടി അയാളെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്ര നല്ല മനസ്സോടുകൂടിയായിരിക്കും അദ്ദേഹം അവിടെ എത്തുക? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയം ആഗ്രഹിച്ചിട്ടല്ല ഈ മുരളീധരൻ അവിടെ പ്രചരണ രംഗത്തേക്ക് എത്തുന്നത്. അപ്പം ഇക്കാര്യവും പത്മജ വേണുഗോപാൽ തുറന്നു പറയുന്നു. അപ്പം ഇങ്ങനെ ഇത് ഒരിക്കലും അദ്ദേഹം പരാജയപ്പെട്ട് തന്നെ കോൺഗ്രസ്, പിന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കുറേ കോൺഗ്രസ്സുകാർ കാരണമാണ് സ്വന്തം അമ്മയ്ക്ക് നേരത്തെ മരണം സംഭവിച്ചതെന്ന് വരെ പത്മജ വേണുഗോപാൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ കോൺഗ്രസ് പാർട്ടി, ഇപ്പോൾ നിലനിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി ഒരു വലിയ ചതിയുടെ ആകത്തുകയാണ്. പരസ്പരം വിശ്വസിക്കാൻ കൊള്ളാത്ത, പരസ്പരം ആരെയും വിശ്വസിക്കാത്ത, പരസ്പരം കാലുവാരാൻ മടിയില്ലാത്ത എന്ത് ഡീലിന് വേണ്ടിയും ആർക്ക് മുന്നിലും വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പറ്റം പാർട്ടി പ്രവർത്തകരടങ്ങിയ നീചന്മാരുടെ കൂട്ടമാണ് കോൺഗ്രസ് പാർട്ടി എന്ന് തന്നെ വരുത്തി തീർക്കുകയാണ് പത്മജ വേണുഗോപാലിൻ്റെ വാക്കുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.